കുറേ കാലം കൃഷി ചെയ്തു, കുറേ കാലം കൂലിപ്പണി എടുത്തു, കുറേ കാലം കാളവണ്ടിയും കൊണ്ട് നടന്നു, കുറേ കാലം തടിയറുത്തു, കുറേ കാലം കല്ലുകൊത്തി. പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് സാധനം കിട്ടിയാലും ആ സാധനം അതേ രൂപത്തിലുണ്ടാക്കിയിട്ടുണ്ട്. വിശ്രമിച്ചിരുന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അവനവനെ പറ്റുന്ന എന്തെങ്കിലും ചെയ്ത്. ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല. എനിക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഓരോന്നും തോന്നും എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ ദൈവം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഓർക്കും. അന്നേരം ഒരു വഴി കാണിച്ചു തരും, ഞാൻ ആ വഴിയെ പോകും. തൊണ്ണൂറാം വയസ്സിലും 25കാരൻ്റെ ചുറുചുറുക്കോടെ ശില്പങ്ങളുണ്ടാക്കി വ്യത്യസ്തനാവുകയാണ് കണ്ണൂർ ചെമ്പേരി സ്വദേശിയായ തെറ്റയിൽ മാത്തിച്ചേട്ടൻ. കോഴി ഉണ്ടാക്കാൻ തുടങ്ങിയത് 82 വയസ്സ്. ഒരു 3 പാത്രം പൊടി എടുക്കുക, 1 പാത്രം സിമെൻറ്റ് എടുക്കുക, അത് കുഴയ്ക്കുക, വെള്ളത്തിൽ കലക്കുക, മോൾഡ് ശരിയാക്കി മോൾഡിട്ട് മുറുക്കി ശരിയാക്കുക, എന്നിട്ട് മോൾഡിനകത്തോട്ട് കലക്കി ഒഴിക്കുക. അതൊന്ന് ഉറച്ച് കഴിയുമ്പോൾ വെള്ളം പറ്റി കഴിയുമ്പം കാല് രണ്ടെണ്ണം കോഴിയുടെ കാലയിലോട്ട് വയ്ക്കുക. അവിടെ ഇരുന്ന് ശരിക്കും സെറ്റാവും. ഒരു ദിവസം അവിടെ ഇരുന്ന് പിറ്റേ ദിവസം പൊളിക്കുക. അന്നേരം കോഴി പുറത്തിറങ്ങി വരും. ഈ സുന്ദരനായ കൊക്കിനെ ഉണ്ടാക്കുന്നത് അത് ഇതിനകത്താണ് ഉണ്ടാക്കുന്നത്. നാളെ ഇത് വിരിയും. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് താമരയാണ്. ഇത് മോൾഡിങ് ഉണ്ടാക്കിച്ചാൽ താമര പുറത്ത്. ഇനിയുള്ള പണിക്ക് ഈ വെനിയും തടസ്സമായതുകൊണ്ട് വെനിയും ഞാനിപ്പോൾ ഊരുവാണ്. രാവിലെ 8 മണിക്കുള്ള ഒന്ന് പണിക്ക് തുടങ്ങിയാൽ 2 മണി വരെ യാതൊരു മടുപ്പുമില്ല. 2 മണിക്ക് പോയി ചോറുണ്ണും. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരികയില്ല. അങ്ങനെയാണ്. ഞാൻ ആദ്യം നല്ലൊരു കൃഷിക്കാരനായിരുന്നു. കൃഷിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോഴാണ് ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ ആയത്. ഇതിനു മുമ്പ് നല്ലൊരു കൃഷിക്കാരനായിരുന്നു. വെയിലും മഴയൊന്നും എനിക്കൊരു പ്രശ്നമില്ല. എങ്കിലും സുഖമായിട്ട് ഇപ്പോഴും പണിയെടുക്കും, ഒരു ബുദ്ധിമുട്ടില്ല. കൃഷി ചെയ്ത് കുറേ കാലം കൃഷി ചെയ്തു, കുറേ കാലം കൂലിപ്പണി എടുത്തു, കുറേ കാലം കാളവണ്ടിയും കൊണ്ട് നടന്നു, കുറേ കാലം തടിയറുത്തു, കുറേ കാലം കല്ലുകൊത്തി. ഇപ്പോൾ കാലം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. അപ്പോൾ അങ്ങനെ കല്ലുകൊത്തി. അത് കഴിഞ്ഞ് പിന്നെ തട്ടുകട തുടങ്ങി. തട്ടുകട തുടങ്ങുന്നതിന് മുമ്പ് ഇൻ്റർലോക്കിൻ്റെ പണി തുടങ്ങി. തട്ടുകട തുടങ്ങി. കൊറോണ വന്നു. കൊറോണയെല്ലാം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കച്ചവടം ഇല്ലാതെയായി. അന്നേരം ഇരുന്ന് ഓർത്തു ഇനി എന്നാ ചെയ്യേണ്ടത് ദൈവമേന്ന്. അപ്പോൾ എല്ലാം ദൈവത്തോട് ചോദിച്ചേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു തീരുമാനം കിട്ടി, എന്നാൽ പിന്നെ ചട്ടി ഉണ്ടാക്കാവുന്നു. അങ്ങനെ ചട്ടി ഉണ്ടാക്കാൻ പോയി. ആദ്യമൊന്നും ഉണ്ടാക്കി ശരിയാക്കി കളഞ്ഞു, പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോകുമായിരുന്നു. പിന്നെ രാത്രി കിടന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് എന്നെ പൊട്ടിപ്പോകുന്ന കാരണമൊന്നും. അപ്പോൾ പൊട്ടിപ്പോകുന്ന കാരണം കണ്ടുപിടിച്ച് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ചട്ടി ഉണ്ടാക്കാൻ റെഡി. ഇപ്പോൾ റബ്ബറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് സാധനം കിട്ടിയാലും ആ സാധനം അതേ രൂപത്തിലുണ്ടാക്കിയെടുക്കും. ചട്ടി ഉണ്ടാക്കണ ആദ്യം മോൾഡിനകത്ത് ഓയിൽ തേക്കുക. ഓയിൽ മോൾഡിനകത്ത് തേച്ചിട്ട് പിന്നെ സിമെൻറ്റ് തന്നെ കലക്കി മോൾഡിനകത്ത് കലക്കി ഒഴിച്ചിട്ട് അതൊന്ന് കറക്കി കഴിയുമ്പം ഗ്രൗട്ട് അതേ പിടിക്കും. അത് കഴിയുമ്പോൾ സിമെൻറ്റും പൊടിയും കൂടി കൂട്ടി മിക്സ് ചെയ്തത് ചട്ടിക്കകത്ത് നനച്ച് കോരിയിടുക. എന്നിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഒരു ഗ്ലാസ്സോ കുപ്പിയോ എന്തെങ്കിലും വെച്ച് ഉരച്ച് കഴിയുമ്പോൾ അത് മിനുങ്ങും. അങ്ങനെ ചട്ടി ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി അവിടെ വെച്ചാൽ പിറ്റേ ദിവസം ചട്ടി പൊളിച്ചെടുക്കാം. നമ്മൾ 20 വർഷമായി ഇപ്പോൾ കട തുടങ്ങിയിട്ട്. അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ട്. വലിയ അധികം കച്ചവടമൊന്നുമില്ല, എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ മാത്രമുള്ള കച്ചവടമൊക്കെ ഉണ്ട്. മിതമായ ലാഭം എടുത്തുകൊണ്ടാണ് ഈ കച്ചവടം നടത്തുന്നത്. കൊള്ളലാഭം എടുക്കലില്ല. കൊള്ളലാഭം എടുത്ത് കച്ചവടം ചെയ്താൽ അത് അധികം കാലം നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് കൊള്ളലാഭം എടുക്കാത്തത്. അങ്ങനെ അധികം കാലം നിലനിൽക്കാത്ത അനുഭവങ്ങൾ പലത് വേറെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വിശ്രമം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്നെ പറ്റുന്ന പണി എന്തെങ്കിലും ചെയ്യണം, അത് നിർബന്ധമാണ്. പിന്നെ വിശ്രമിച്ചിരുന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അവനവനെ പറ്റുന്ന എന്തെങ്കിലും ചെയ്ത് അവന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും പറ്റാത്തവർക്കാണെങ്കിൽ അത്യാവശ്യം ഇത്ര കരിക്കരിഞ്ഞ് കൊടുക്കുമോ, ഒരു പ്ലേറ്റ് കഴുകി വെക്കുമോ, അങ്ങനെ ഒന്ന് തൂത്തുവാരി കളയുമോ, അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊന്നും ആരും മനസ്സ് വയ്ക്കാത്തതുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കാത്തത്. അങ്ങനെ വരുമ്പോഴാണ് മുഖം മുഷിച്ചിലും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഭാര്യ രോഗിയായിരുന്നു. 2.5 കൊല്ലമായി ഇപ്പോൾ മരിച്ചിട്ട്. അത്രയും കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ മക്കൾ 6 പേര്.
3 പെൺമക്കളും 3 ആൺമക്കളുമാണ്. 3 പേരെയും കല്യാണം കഴിച്ചു വിട്ടു. പെൺമക്കളെ ആൺമക്കൾ 3 കല്യാണം കഴിച്ചു. 2 പേര് കർണാടകത്തിലാണ്, ഒരാൾ ഇവിടെയുണ്ട്, ഇയാളുടെ കൂടെ ഞാനും ഉണ്ട്. എൻ്റെ പേര് സാജു എന്നാണ്. തെറ്റയിൽ ഫാമിലിയാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞങ്ങളിങ്ങനെ ഇപ്പോൾ ആയ അവസ്ഥ തന്നെ ജാസൻ കാരണമാണ്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയതാണ്. ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല. എനിക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഓരോന്നും തോന്നും എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ ദൈവം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഓർക്കും. അന്നേരം ഒരു വഴി കാണിച്ചു തരും, ഞാൻ ആ വഴിയെ പോകും. അതിനൊന്നും പരാജയം ഉണ്ടായിട്ടുമില്ല. പള്ളിക്കൂടം കണ്ടിട്ടേ ഉള്ളൂ, ഞാൻ പോയിട്ടില്ല. കണക്കോ കാര്യങ്ങളോ ഒന്നും എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല. കച്ചവടം നടത്താൻ കണക്ക് ആവശ്യമാണ്. കണക്കറിയാൻ മേലാത്തൊരു കച്ചവടം നടത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് കച്ചവടം നടത്താൻ ബുദ്ധിമുട്ടില്ല. എനിക്ക് കണക്കിനും പ്രശ്നങ്ങളില്ല. എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഈ 10-20 കൊല്ലക്കാലം ഈ കച്ചവടം നടത്തി, 5-6 കൊല്ലക്കാലം ഹോട്ടൽ നടത്തി, ഇവിടെ ഒന്നും കണക്കിന് പ്രശ്നം പറഞ്ഞ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ടില്ല. 3-4 പശുവിനൊക്കെ ഇറക്കാനുണ്ടായിരുന്നു. അപ്പോഴും അതിന് ഭാര്യയ്ക്കൊന്ന് വരാനോ കൂടാനോ ഒന്നും പറ്റിയല്ലായിരുന്നു. അതെല്ലാം ഞാൻ തന്നെത്താനെ ചെയ്യുമായിരുന്നു. പാല് കറന്നുകൊണ്ട് ചായ തകർത്തി കിടക്കുന്നോടത്ത് കൊണ്ടേ കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നാൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു വഴക്കോ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഒരു പരാതി പറയാനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടേ ഇല്ല. എൻ്റെ പേര് ബിന്ദു സാജു. ചാച്ചൻ മരുമകളായിട്ടല്ല മകളായിട്ടാണ് എന്നെ കാണുന്നത്. ഇപ്പം ചട്ടി കൊടുത്താലും എന്ത് കൊടുത്താലും കിട്ടുന്ന പൈസ മുഴുവൻ ചാച്ചൻ എന്നെയാണ് ഏൽപ്പിക്കുന്നത്. ചാച്ചൻ ഒന്നും സൂക്ഷിക്കുന്നതല്ല. ചാച്ചൻ്റെ പണി പൂർത്തിയാക്കാതെ ചാച്ചൻ റെസ്റ്റ് എടുക്കുകയില്ല. രാവിലെ ഏറ്റു കഴിഞ്ഞാൽ ആദ്യം കുർബാന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തുടങ്ങി ഇറങ്ങുവാണ് ചാച്ചൻ്റെ യൂണിഫോം ഒക്കെ ധരിച്ച്. പിന്നെ ചട്ടി, കൊക്ക്, കോഴി ഇങ്ങനെയൊക്കെ ആയിട്ട് ദിവസങ്ങൾ നീക്കുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം, കുറച്ച് നേരം വിശ്രമം, അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരങ്ങളിൽ കുറച്ച് ചായ, രാത്രി ഭക്ഷണം ഒന്നുമില്ല. ഇത് 10 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ ഇന്റർലോക്ക് സ്ഥാപനമാണ്. ഇവിടെ കട്ട ഉണ്ടാക്കുന്നതാണ്. ഞാനിപ്പോൾ കട്ട ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇത് പൊളിക്കുവാണ്. ഇതാണ് പൊളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് കട്ട. നമ്മൾ കട്ടയ്ക്ക് പോളിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. പോളിഷ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വിത്ത് കെട്ടുന്ന ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന മെഷീനാണിത്. ആ ടാങ്കിനകത്തേക്ക് ചിപ്സും പൊടിയും സിമെൻറ്റും കൂടി കോരിയിട്ട് കഴിയുമ്പോൾ അത് അരയ്ക്കും. അരച്ചിട്ട് ഈ ഫ്ലാറ്റ് വാർത്തയിൽ വന്ന് വീഴും. ഈ ഫ്ലാറ്റ് വാർത്തയിൽ നിന്ന് ഈ മോൾഡിനകത്തോട്ട് വീഴും പരുക്കൻ. അവിടെ നിന്ന് പിന്നെ കട്ട പൊങ്ങി വരും. അങ്ങനെയാണ് ഈ വിത്തി കെട്ടുന്ന കട്ട ഉണ്ടാക്കുന്നത്. ഇതാർക്കും ചെയ്യാവുന്ന പണിയാണ്. വിത്തി കെട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ കഠിനാധ്വാനം കല്ലുകൊത്ത് തടിയാർക്കൊക്കെ ഉള്ള കാലത്ത് 3 നേരവും ഭക്ഷണം കഴിക്കുന്നവനായിരുന്നു. ഇൻ്റർലോക്കിൻ്റെ പണി തുടങ്ങിയ പിന്നെ അവിടെയും അധ്വാനം കുറവുണ്ടായിട്ടല്ല. ഒരു ദിവസം എനിക്ക് തോന്നി ഇങ്ങനെ ഈ വൈകുന്നേരത്തെ ഭക്ഷണം ഒഴിവാക്കി തന്നെ കുഴപ്പമൊന്നും. അങ്ങനെ ആരംഭിച്ചതാണ്. ഇപ്പോൾ ഒരു 10-20 വർഷമായി ഞാൻ വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എനിക്കൊരു പ്രശ്നമില്ല. രാവിലെ ഒരു കഷ്ണം പുട്ട് അല്ലെങ്കിൽ ഒരു ദോശ, ചായ 2-3 ചായ കുടിക്കും. അല്ലാതെ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നങ്ങളുമില്ല. ഭക്ഷണത്തിൽ കഴിക്കാത്തതിൻ്റെ പേരിൽ യാതൊരു കംപ്ലയിൻറ്റും എനിക്കില്ല. ഒരു ആരോഗ്യ പ്രശ്നം കുറവ്, എനിക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരു വിഷമതയൊന്നുമില്ല. ഞാൻ തളിപ്പറമ്പ് വരെ നടന്നു, കണ്ണൂർ വരെ നടന്നു പോവാണ്. കണ്ണൂർ പോയി കന്നാലി മേടിക്കും, എന്നിട്ട് നടത്തിക്കൊണ്ടിരും. വൈകിട്ട് 5 മണിക്ക് അവിടെ നടക്കാൻ തുടങ്ങിയാൽ രാവിലെ 5 മണിക്ക് ഇവിടെ എത്തും. ചങ്കളായിക്ക് 2 ട്രിപ്പ് ചങ്കളായി പോകുമായിരുന്നു. എന്തിനാണെന്നറിയോ? പാൽപ്പൊടി കൊണ്ടുവരിക. അന്ന് വണ്ടിയില്ലാത്തതുകൊണ്ട് പാൽപ്പൊടി ബോട്ട് കടവിൽ ബോട്ടിനാണ് വരുന്നത്, പള്ളിയിലേക്കുള്ള പാൽപ്പൊടി. അത് ഒരു പെട്ടിക്കകത്ത് 12 ടിന്ന് പാൽപ്പൊടിയാണ്. ആ 12 ടിന്നിൻ്റെ ഒരു പെട്ടി കൊണ്ടാൽ ഒരു ടിന്ന് നമുക്ക് കിട്ടും. അതിന് ചുമക്കാൻ പറ്റുന്നവർ പോകുന്നവരെ ഇത് 2 ടിന്ന് എടുക്കും. 2 കെട്ട് പെട്ടിയിലെടുക്കും. അപ്പോൾ അത് എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ 2 ട്രിപ്പ് പോകും. 2 പെട്ടി എടുക്കുന്നവർ 1 ട്രിപ്പ് പോകും. ഞാൻ 1 ട്രിപ്പ് എടുക്കണം, കാരണം ഞാൻ 2 ട്രിപ്പ് പോകും. അങ്ങനെ 2 ട്രിപ്പ് ചങ്കളായി പോയി പാൽപ്പൊടി കൊണ്ടിട്ടുള്ളവനാണ് ഞാൻ. ചങ്കളായിൽ നിന്ന് സാധനങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന് ഇഷ്ടം പോലെ, അന്നത്തെ കാലത്ത് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ചങ്കളായിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണ സാധനങ്ങൾ, അരി വേണ്ട, മറ്റുള്ള സാധനങ്ങളൊക്കെ ചങ്കളായിൽ നിന്ന് കൊണ്ടുവരാറ്. ഈ പൈപ്പിനെ നമ്മൾ ചൂടാക്കിയിട്ട് ബ്ലേഡിന് ഇതുപോലെ മുറിച്ചിട്ട് പൈപ്പ് ചൂടാക്കിയിട്ട് ഈ കുപ്പി ഇതിനകത്തോട്ട് കയറ്റും. അപ്പോൾ ഇതേപോലെ ക്വാളിറ്റിയിലാവും. എന്നിട്ട് അതിനകത്ത് മണ്ണും ചകിരിച്ചോറും നിറച്ച് ചെടി വയ്ക്കും.
പച്ചക്കറിയെല്ലാം ഇതിനകത്ത് നടാം. ചീനി വയ്ക്കാം, വെണ്ട നടാം, വഴുതന നടാം, ചീര വയ്ക്കാം. ഇങ്ങനെ എല്ലാ പച്ചക്കറി സാധനങ്ങളെല്ലാം ഇതിനകത്ത് നടാം. ഇത് താമരക്കുളമാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. സിമെൻറ്റ്, പാറപ്പൊടി, കെമിക്കൽ, അതാണ് ഇതിൻ്റെ കൂട്ട്. ഇത് കോഴി, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് വെള്ളം തുപ്പുന്ന കോഴിയാണ്. അപ്പോൾ ഈ കോഴിക്കകത്ത് പൈപ്പ് വെച്ച് വെള്ളം വരാനുള്ള സംവിധാനം ആക്കി തന്ന ജാസനാണ്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നിസ്സാര കേസുള്ളൂ. അതായത് മോട്ടർ വെച്ചു, മോട്ടറിൽ കൂടെ ആ പൈപ്പിൽ കൂടെ വെള്ളം വന്നു. അപ്പോൾ ഇത് നമ്മൾ പാഴ്വസ്തുക്കൾക്കാണ് ഈ പരിപാടി 90% ചെയ്തിരിക്കുന്നത്. ഞാൻ 12ാമത്തെ പൈസ അധ്വാനിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അധ്വാനം ഒരു കുറവുമില്ല. ശരിക്കും ഞാൻ പണിയെടുക്കുന്നുമുണ്ട്. ഇപ്പോഴും എത്ര പണിയെടുത്താൽ നിർത്തിക്കഴിഞ്ഞാലും ഇല്ല, ഇച്ചിരോട്ട് എടുക്കാമായിരുന്നല്ലാതെ എടുത്ത് അധികമായി പോയെന്ന് ഒരിക്കൽ ദിവസം പോലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സന്തോഷം കാണുന്നു അധ്വാനത്തിലാണ്. എനിക്ക് എന്താ അധ്വാനിക്കാൻ പറ്റുന്നു അവിടെ എനിക്ക് സന്തോഷം. ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ അന്ന് എനിക്ക് എന്തോ ഒരു വല്ലാതെ വിഷമമാണ്, ഒരു കുറ്റബോധം. ഇന്നൊന്നും ചെയ്തില്ലല്ലോ, ഇന്നൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയാണ്. പള്ളിക്കൂടത്തിൽ പോകാനിരിക്കാതുള്ള കാരണം അന്നത്തെ കാലം കുറച്ച് കഷ്ടപ്പാടുള്ള കാലമായിരുന്നു. ഇളയത്തങ്ങളെ നോക്കാൻ ആളില്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അവരെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പള്ളിക്കൂടത്തിൽ പോകാൻ മാതിരി അവസ്ഥയൊക്കെ ആയപ്പോഴേക്കും മലബാറിൽ വന്നു. മലബാറിൽ വന്നപ്പോൾ പിന്നെ ഒന്നുമില്ലാതെ അവസ്ഥയിൽ വന്നവരല്ലേ. പിന്നെ കൂലിപ്പണിയായിരുന്നു. അത് കാരണം കൊണ്ട് പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റിയില്ല. പിന്നെ കൂലിപ്പണി എടുത്തൊക്കെ അങ്ങ് ജീവിച്ച് ഇവിടം വരെയൊക്കെ എത്തിച്ചു. സുഖം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ശരീരസുഖമല്ല. സുഖമെന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ മാനസിക സുഖമാണ്. എന്നെ സംബന്ധിച്ച് ഏതെല്ലാം അവസ്ഥയിൽ ഞാൻ പോയാലും വീണാലും മാനസികമായിട്ട് എനിക്കൊരു വേദന തട്ടുകയില്ല. അത്ര ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മാനസികമായിട്ടൊരു തളർച്ചയോ ഒരു വേദനയോ ദൈവം എനിക്ക് വരുത്തിയിട്ടില്ല. എനിക്കത് വരുകയില്ല. നാട്ടുകാർ സ്നേഹത്തോടെ ചാച്ചൻ എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിന് അധ്വാനം ഇപ്പോഴും ലഹരി തന്നെയാണ്.